ടരാ! നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബോട്ടിൻ്റെ 370 എന്ന് പറയുന്ന ബോട്ട് റോക്കേഴ്സ് 370 ഓൺ ഇയർ വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്ഫോൺസിൻ്റെ ഒരു അൺബോക്സിങ്ങും അതുപോലെ തന്നെ ചെറിയൊരു റിവ്യൂവുമാണ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ 1000 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഹെഡ്ഫോൺ വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ ആമസോണിൽ നിന്നാണ് ഈ സാധനം വാങ്ങിച്ചത്. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ 900 രൂപയ്ക്ക് 899 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ ആണ്. ഇതിൻ്റെ 3 കളറാണുള്ള, ഒന്ന് റെഡ് കളർ, അതുപോലെ തന്നെ ഒന്നൊരു ബ്ലാക്ക് കളർ, ഒന്നൊരു പർപ്പിൾ പോലത്തെ ഒരു കളറൊക്കെ ഉള്ളത്. അങ്ങനെ 3 കളറാണ് ഈ ഒരു ബോട്ട് റോക്കേഴ്സ് 370 എന്ന് പറഞ്ഞൊരു ഹെഡ്ഫോൺ ഉള്ളത്. ഇതിൻ്റെ ഡ്രൈവർ സൈസ് എന്ന് പറയുന്നത് 40 mm ആണ്. അപ്പോൾ ചെവി ഫുള്ളായിട്ട് കവർ ആകത്തില്ല, എന്നാലും ചെവി മൊത്തമായിട്ട് ആ ചെവിയുടെ മുകളിൽ വരുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബോക്സ് എന്ന് പറയുന്നത്. അകത്ത് നമുക്ക് എല്ലാ സാധനം കാണുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ അപ്പുറത്തെ വശം വരുന്നത്. ഇപ്പുറത്തെ വശം ഇങ്ങനെ ഇരിക്കും. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്കാണെങ്കിൽ ഡുവൽ മോഡ്സ്, അതായത് നമുക്കിതിനകത്ത് വയർലെസ് ആയിട്ടും അതുപോലെ തന്നെ വയേർഡായിട്ടും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ്. അതായത് ഇപ്പോൾ കിട്ടുന്നതിലല്ല, നല്ലൊരു ബ്ലൂടൂത്ത് തന്നെയാണ്. കണക്ടിവിറ്റി ഒക്കെ നല്ല സ്പീഡായിട്ട് സെറ്റപ്പായിട്ട് നടക്കുന്ന ഒരു ബ്ലൂടൂത്താണ്. അതുപോലെ തന്നെ 40 mm ഡൈനാമിക് ഡ്രൈവർ ഉണ്ട്. അതുപോലെ തന്നെ 12 hours ആണ് പ്ലേ ടൈം. 12 മണിക്കൂറാണ് ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് നമുക്ക് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ HD ഇമേഴ്സീവ് സൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ബോർഡിൻ്റെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ബോക്സിൻ്റെ പുറത്ത് വേറെ ഒന്നും തന്നെ എഴുതിയിട്ടൊന്നുമില്ല. MRPയും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാത്രമേ എഴുതിയിട്ടു. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഫ്രണ്ടിലായി തന്നെ ഇവിടെ ഈ ഒരു പ്ലാസ്റ്റിക് സാധനമുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് തുറക്കാം. അൺബോക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിനകത്ത് സംഭവമാണോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം കിട്ടുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഏത് ഐറ്റമായി തന്നെ കിട്ടുന്ന നമ്മുടെ ഹെഡ്ഫോൺ. ഈ ഒരു ഹെഡ്ഫോൺ 370 എന്ന് പറയുന്നതാണ് ഹെഡ്ഫോൺ. ഇതാണ് എൻ്റെ ഡ്രൈവർ. ഇതാണ് ഇപ്പോൾ ഈ റെഡ് കളർ എടുത്താൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഇവിടെ റെഡ് കളറിലെ പഞ്ഞി ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ ഈ ഡ്രൈവറിൻ്റെ ഈ പുറത്തുള്ളൊരു പഞ്ഞി എന്ന് പറയുന്നതും റെഡ് കളറുള്ള തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ റെഡ് കളറുള്ള സാധനം. ഇവിടെ 3 ബട്ടൺസ്. ഇവിടെ ഇതിൻ്റെ പുറത്ത് കൊടുത്തിരിക്കുന്ന അനുസരിച്ച് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, ഒരു മൈനസ് ബട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ പ്ലേ പോസ് ബട്ടൺ ഉണ്ട്. അത് 3 ബട്ടൺ ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ മൈക്രോ USB ചാർജിങ് പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹെഡ്ഫോൺ അതായത് നമ്മുടെ ഓക്സിലറി കേബിൾ കുത്താനുള്ള, അതായത് വയേർഡായിട്ട് ഉപയോഗിക്കാനുള്ള ഓക്സിലറി കേബിൾ ഇതിൻ്റെ കൂടെ ഉണ്ട്. ആ കേബിൾ കുത്താനുള്ള സാധനമാണ് ഇത്. അത് 3.5 mm സാധനം. അതുപോലെ തന്നെ ഇവിടെ ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഒരു മൈക്ക് ഉണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു LED കൂടെ കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇയർ കപ്പിലാണ് ഒരു സംഭവം ഉള്ളത്. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് പറയാൻ വേണ്ടി ഇവിടെ ഈ ഒരു സ്റ്റീലിൻ്റെ കോട്ടിംഗ് ഉള്ളതിൽ ഇവിടെ സ്റ്റീലിൻ്റെ കോട്ടിംഗ് ഉള്ളത് ഇവിടെ L എന്നും അതുപോലെ തന്നെ R എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കാണുമ്പോൾ ഇതിനകത്തുള്ള സംഭവങ്ങൾ. ഇവിടെ ബോട്ടിൻ്റെ ബ്രാൻഡിങ് ഈ ഒരു ഓരോ ഇയർ കപ്പിൻ്റെ പുറത്തും അതുപോലെ തന്നെ മുകളിലും ബോട്ടിൻ്റെ ബ്രാൻഡിങ്ങും സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്കിത് അഡ്ജസ്റ്റബിൾ ആണ്. ഇത്രയുമാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത്ര നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സംഭവം നമുക്കിങ്ങനെ കറക്കി വയ്ക്കാനും, അതുപോലെ തന്നെ ഈ സംഭവം ഇങ്ങനെ കറക്കി ഒരു സൈഡിലേക്ക് കറക്കാനും അകത്തേക്ക് മടക്കാനുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് സംഭവങ്ങളൊക്കെ ഈ ഒരു ഹെഡ്ഫോണിനകത്ത് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളത് പേപ്പർ വർക്കാണ്. നമ്മളൊന്നും അങ്ങനെ വായിക്കാറൊന്നുമില്ല. പക്ഷേ വായിക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഒരു വാറണ്ടി കാർഡാണ്. ഒരു വർഷത്തെ വാറണ്ടി കാർഡ് നമുക്ക് ഈ ഒരു ഹെഡ്ഫോണിന് നമുക്ക് അവൈലബിൾ ആണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റിൻ്റെ വാറണ്ടി നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെ ഉള്ളതാണ് ഇതിൻ്റെ ഒരു യൂസർ ഗൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂസർ ഗൈഡിനകത്ത് ഇതിൻ്റെ ബട്ടൺസൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 3 ബട്ടൺസ് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. കോൾ ചെയ്യാൻ, അടുത്ത സോങ് പ്ലേ ചെയ്യാൻ, അല്ലെങ്കിൽ അടുത്ത സോങ് പ്ലേ ചെയ്യാൻ, പ്രീവിയസ് സോങ് പ്ലേ ചെയ്യാൻ, പ്ലേ പോസ്, അതുപോലെ തന്നെ വോളിയം അപ്പ് ഡൗൺ, അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സിറിനെ വിളിക്കാനായിട്ട്, കോൾ കട്ട് ചെയ്യാനായിട്ട്, കോൾ എടുക്കാനായിട്ട്, അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് വിളിച്ച ആളെ കോൾ ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന ഫുൾ ഡിവൈസുകൾ റിമൂവ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു യൂസർ ഗൈഡിൽ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സ്റ്റിക്കറുണ്ട്. ഇതുണ്ടോ, ഇതാണ് അതിൻ്റെ സ്റ്റിക്കർ. എവിടെ നമുക്ക് വേണമെങ്കിലും എടുത്ത് ഒട്ടിക്കാം. അതുപോലെ തന്നെ ഈ ഒരു കവറിനകത്ത് നമുക്ക് വേറൊരു സംഭവം വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു ബുക്ക്ലെറ്റാണ്. ഇത്രയും ചെറിയ ബുക്ക്ലെറ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടും. ഇതിനകത്ത് വെറുതെ ഒരു കാര്യവുമില്ല. വെറുതെ കുറേ പേരുടെ പടമൊക്കെ, കുറേ സെലിബ്രിറ്റീസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ബോട്ടിൻ്റെ വെറുതെ ഒരു ബ്രാൻഡിങ് മാത്രമല്ല, അത് വേറെ ഒന്നും അതിനകത്തൊന്നും ഇല്ല. അതുപോലെ തന്നെ കൂടെ കിട്ടുന്ന മെയിൻ ഐറ്റമാണ് ഒന്ന് നമ്മുടെ ചാർജിങ് പോർട്ട്. നമ്മുടെ USB A ടൈപ്പ് മുതൽ USB-യുടെ ഈ ഒരു മൈക്രോ USB പോർട്ടിൻ്റെ 2 സംഭവമാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചാർജറിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം മറ്റേ എൻഡ് നമ്മുടെ ഈ ഒരു ഹെഡ്ഫോണിൻ്റെ അടിയിലുള്ള ആ ഒരു കുത്താനുള്ള സ്ഥലത്തേക്ക് നമ്മുടെ സംഭവം ചാർജ് ചെയ്യാം. ഞാൻ സംഭവം മേടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ 80% ചാർജാണ് ഇപ്പോൾ നോക്കിയപ്പോൾ കണ്ടത്. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന സാധനം ഓക്സിലറി കേബിളാണ്. ഈ ഒരു സംഭവം ഹെഡ്ഫോണിലും കുത്തി നമ്മുടെ ഫോണിലും കുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഓക്സിലറി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് വയേർഡായിട്ട് നമുക്ക് ഈ ഒരു ഹെഡ്ഫോൺ ഉപയോഗിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് ഒരു അൺബോക്സിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം.
ബാക്കിയുള്ള മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്ന സംഭവമാണ്. അപ്പോൾ കണക്റ്റ് ആയി കഴിയുമ്പോൾ കണക്റ്റ് ആകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ 3 സ്വിച്ച് ഉണ്ടല്ലോ. അപ്പോൾ ഈ 3 സ്വിച്ച് ഉള്ളത് നടുക്കത്തെ ഈ ഒരു സ്വിച്ച് ഞെക്കി പിടിക്കുക, 3 സെക്കൻഡ് നേരത്തേക്ക് ഞെക്കി പിടിക്കുക. അപ്പോൾ ഇത് സംഭവം പവർ ഓൺ ആയിട്ടുണ്ടെന്ന് നമുക്ക് ഇതിനകത്ത് കേൾക്കാനാണ് സാധിക്കും. അതുപോലെ ഇവിടെ ഒരു LED നമുക്കിങ്ങനെ നീല ചൊമ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ മിന്നി തെളിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും ഈ സംഭവം പവർ ഓൺ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ ബ്ലൂടൂത്ത് ഓണാക്കിയതിന് ശേഷം നമ്മുടെ ഏതൊക്കെ ഡിവൈസ് ഉണ്ടെന്ന് നമ്മൾ സെർച്ച് കഴിയുമ്പോൾ അവിടെ റോക്കേഴ്സ് 370 എന്നൊരു സംഭവം കാണും. ആ ഒരു സംഭവം പെയർ ചെയ്യുമ്പോൾ സാധാരണ പാസ്വേഡ് ഒന്നും ചോദിക്കേണ്ട, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പാസ്വേഡ് ചോദിക്കുകയാണെങ്കിൽ 0000 അതാണ് അതിൻ്റെ പാസ്വേഡ്. ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് പറയും നമ്മുടെ സംഭവം റോക്കേഴ്സ് 370 ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടെന്നും കാണിക്കുക. അപ്പോൾ ജസ്റ്റ് കണക്റ്റിംഗ് ഒക്കെ വളരെ സ്പീഡാണ്. നമുക്ക് ഒരു തവണ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോൾ ബ്ലൂടൂത്ത് ഓണാക്കിയാലും ഓട്ടോമാറ്റിക്കായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കണക്റ്റ് ആവുന്നതായിരിക്കും. കണക്ടിവിറ്റിയിൽ അങ്ങനെ യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. പിന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ സൗണ്ട് ക്വാളിറ്റി നല്ല ക്വാളിറ്റി തന്നെയാണ്. ബാസാണ് കുറച്ചുകൂടെ മുമ്പിൽ നിൽക്കുന്നത്. പാട്ടൊക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ ബാസുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് വളരെ അടിപൊളിയാണ്. ബാസൊക്കെ എടുത്ത് നമുക്ക് അത് കേൾക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനകത്ത് ഈർക്കപ്പനകത്ത് ഇങ്ങനെ എടുത്ത് അടിക്കുന്ന അങ്ങനത്തെ നമ്മുടെ ഇടി വരുന്നതിനകത്ത് ഇങ്ങനെ ഈ സംഭവം കാണുന്നത് ഇടിക്കണമെന്നില്ല, സൗണ്ട് നമുക്ക് അങ്ങനെ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സൗണ്ടിൻ്റെ ക്വാളിറ്റി യാതൊരു തരം പ്രശ്നം പറയാനില്ല. പക്ഷേ ഇതൊരു ബഡ്ജറ്റ് ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള ബോർഡിൻ്റെ സാധനം ആയതുകൊണ്ട് തന്നെ നല്ല സൗണ്ട് ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അഡ്ജസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്. അപ്പോൾ എൻ്റെ തലയിൽ വെക്കാനായിട്ട് ഈ ഒരു സംഭവം ഫുള്ളായിട്ട് ഇതിൻ്റെ മാക്സിമം സൈസിലിട്ടാൽ മാത്രമേ എൻ്റെ തല വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ തല കുറച്ച് വലുതാണ് സാധാരണ ആളും. കാരണം ഞാനിപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നതിന് പൊക്കം വണ്ണം കൂടുതലുള്ള ആൾക്കാരുടെ ഒക്കെ നോക്കുമ്പോൾ പോലും അവരുടെക്കാളും വലിയ തലയാണ് അതിന് എനിക്ക്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഇതുണ്ടല്ലോ ക്യാപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്പ്, അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ എനിക്കത് ലൂസാക്കിയിട്ടാണ് അത് തല കയറുന്നത്. അപ്പോൾ എൻ്റെ കുറച്ച് തല വലുതാണ്. അപ്പോൾ ഇത്രയും വലിയ തലയാണെങ്കിൽ ഇത് ഫുള്ള് അഴിച്ചിട്ടതിന് ശേഷം നമ്മൾ എടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് വലിയ വിഷയമൊന്നും ഇല്ലാതിരിക്കുക. അപ്പോൾ ഇതെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുക, അത്യാവശ്യം കേൾക്കാമെന്നാലും ചെവി മൊത്തമായിട്ട് തന്നെ അടഞ്ഞിരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പോൾ ചെവിക്ക് വേദനയൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ച് നോക്കി കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ചെവിക്ക് അത്യാവശ്യം നല്ല വേദന എടുക്കും. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ വരുന്ന വയർലെസ് ബ്ലൂടൂത്തുകളെല്ലാം തന്നെ ഈ ഒരു സെറ്റപ്പിലായിരിക്കും വരുന്നത്. അതായത് 40 മില്ലിമീറ്ററിന് ഡ്രൈവർ സൈസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ 40 മില്ലിമീറ്റർ ഡ്രൈവർ സൈസ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചെവി ഫുള്ളായിട്ട് മൂടത്തില്ല. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചതിന് ശേഷം കണ്ടോ, അങ്ങനെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ചെവി ഇത്ര ഭാഗം ഇവിടെ ഇരിക്കും. ഇങ്ങനെ ചെവി മൊത്തമായിട്ട് മൂടുന്നുണ്ടെങ്കിൽ പോലും ചെവി ഫുള്ളായിട്ട് നിങ്ങൾക്കിത് മൂടത്തില്ല. അപ്പോൾ നമുക്ക് ചെവി ഫുള്ളായിട്ട് മൂടണമെങ്കിൽ 50 മില്ലിമീറ്ററിൻ്റെ ഈ ഒരു ഡ്രൈവർ സൈസ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കുള്ള ഒരു വയേർഡ് ഹെഡ്സെറ്റ് ഉണ്ട്, റെഡ് ഗിയറിൻ്റെ ഒരു വയേർഡ് ഹെഡ്സെറ്റ്. ആ ഒരു ഹെഡ്സെറ്റിന് 50 മില്ലിമീറ്റർ ഡ്രൈവർ സൈസ് ഉണ്ട്. അതാണെങ്കിൽ ചെവി ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം ഈ സംഭവം നല്ല പഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറച്ച് നേരം ചെവി വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം ചെവിക്ക് വേദന എടുക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് വെച്ചാൽ, അതായത് നമുക്ക് മിനിമം കുറച്ച് വെച്ചാൽ മാത്രമേ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ചെവിക്ക് വേദന എടുക്കാതിരിക്കത്തുള്ളൂ. ഫുൾ സൗണ്ട് വെച്ച് യാതൊരു കാരണവശാലും ആരും ഈ ഹെഡ്ഫോൺ ഉപയോഗിക്കരുത്. അത്രയ്ക്ക് സൗണ്ടാണ്. നിങ്ങളിപ്പോൾ ഇത് ഫുൾ സൗണ്ട് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ചെവി വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പിടിച്ചാൽ പോലും അത്യാവശ്യം നമുക്ക് നന്നായിട്ട് കേൾക്കാനായിട്ട് സാധിക്കും. അത്രയും സൗണ്ട് ഉണ്ട്. അപ്പോൾ ഫുൾ സൗണ്ട് ഇട്ട് ഒരു കാരണവശാലും ഈ ഒരു സംഭവം ചെവിയിലേക്ക് എടുത്ത് വെക്കരുത്. ചെവി അടിച്ചു പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഏറ്റവും മിനിമമായിട്ട് വോളിയം ഇട്ടാൽ പോലും അത്യാവശ്യം നമുക്ക് കേൾക്കാനുള്ള സൗണ്ടാണ്. അപ്പോൾ എനിക്കിടയ്ക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചും കൂടെ സൗണ്ട് കുറയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം വീണ്ടും സൗണ്ട് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ സൗണ്ട് കുറഞ്ഞിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു. വേറെ സൗണ്ട് ക്വാളിറ്റിയുടെ കാര്യങ്ങളൊന്നും യാതൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് മൊത്തം പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ ഈ ഒരു 1000 രൂപ റേഞ്ചിൽ വരുന്ന ബഡ്ജറ്റ് സെഗ്മെൻറ്റ് എല്ലാം തന്നെ ഒരു പ്ലാസ്റ്റിക് റേഞ്ച് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം പ്ലാസ്റ്റിക്കാണ്, ഇതും പ്ലാസ്റ്റിക്കാണ്. ഇവിടെ മാത്രമാണ് ഒരു ചെറിയ മെറ്റലിൻ്റെ പീസുള്ളത്, ഇവിടെ ഒരു മാത്രമാണ് മെറ്റലിൻ്റെ പീസുള്ളത്. ബാക്കി എല്ലാം തന്നെ പ്ലാസ്റ്റിക് സംഭവം തന്നെ. ഇവിടെ മുഴുവൻ പ്ലാസ്റ്റിക്കാണ്, ഇവിടെ പ്ലാസ്റ്റിക്കാണ്. ഈ സംഭവം അത്യാവശ്യം നല്ല പഞ്ഞിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പഞ്ഞി തന്നെയാണ്. ബാക്കിയെല്ലാം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബിൽഡാണ്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് പിടിച്ചാൽ നന്നായിട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അപ്പോൾ തന്നെ ഇത് ശരിക്കും ടൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ടിരിക്കും. നമ്മളിങ്ങനെ കമത്തിയാലോ തിരിച്ചാലോ ഒന്നും ഇത് സാധനം അങ്ങനെ താഴെ ചാടി പോകുന്നില്ല. അത്രയ്ക്കും ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ ഇത്രയും കണ്ടോ നല്ല ടൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ തലേന്ന് ചാടി പോകുന്ന അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ വളച്ചൊടിക്കാതിരിക്കാനൊക്കെ ആയിട്ട് നോക്കുക. ശ്രദ്ധിച്ച് പരിപാലനമായി സൂക്ഷിക്കേണ്ടി വരും. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒടിയാതൊക്കെ നോക്കുക. അപ്പോൾ മടക്കി വെക്കാൻ ഇങ്ങനെ സാധിക്കും. മടക്കി വെച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ കഴുത്തിൽ എടുത്തിടാനാണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ടാലും അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് സെറ്റപ്പായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺസിൻ്റെ കാര്യം പറയുമ്പോൾ യൂസർ ഗൈഡിൽ പറയുന്നതനുസരിച്ച്
ഇവിടെ പ്ലസ് ബട്ടൺ, മൈനസ് ബട്ടൺ, അതുപോലെ തന്നെ പ്ലേ പോസ് ബട്ടൺ. നമുക്ക് സൗണ്ട് കൂട്ടാൻ ഇത് ഒരു തവണ ഞെക്കുക, സൗണ്ട് കുറയ്ക്കാൻ ഇത് ഒരു തവണ ഞെക്കുക, പോസ് ചെയ്യാൻ വേണ്ടി ഇതൊരു തവണ ഞെക്കുക, പ്ലേ ചെയ്യാൻ വേണ്ടി വീണ്ടും പ്ലേ ചെയ്യണമെങ്കിൽ ഇതൊന്നും കൂടെ ഞെക്കാം. ഇനി കൂടുതലുള്ളത് നിങ്ങൾക്ക് അടുത്ത സോങ്ങിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു മൈനസ് ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ മുമ്പേ കേട്ടത് പ്രീവിയസിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി ആ പ്ലസ്സിൽ ഞെക്കി പിടിക്കുക. അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സിരി പോലുള്ള വോയിസ് അസിസ്റ്റൻറ്റുകളെ വേക്ക് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്ലേ പോസ് ബട്ടണിൽ 2 സെക്കൻഡ് പിടിച്ച് വെക്കുക. അതുപോലെ തന്നെ ആ കോളിൽ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് വിളിച്ച ആളെ ഒന്ന് വിളിക്കണമെങ്കിൽ ഈ നടുക്കുള്ള ബട്ടൺ 2 തവണ ആയിട്ട് ഞെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സംഭവം പവർ ഓൺ ചെയ്യാനും അതുപോലെ തന്നെ പവർ ഓഫ് ചെയ്യാനായിട്ടും ഈ ഒരു നടുക്കത്തെ പ്ലേ പോസ് ബട്ടൺ 3 തവണ ഞെക്കി പിടിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കമാൻഡുകൾ, ബേസിക് കമാൻഡുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് യൂസർ ഗൈഡിനകത്തുനിന്ന് എടുത്ത് നോക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ തലയിൽ വെക്കുമ്പോഴൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെവിക്ക് മാത്രം ചെറിയ വേദന ഉണ്ടെങ്കിലും തലയ്ക്ക് മുകളിലൊന്നും യാതൊരു പ്രശ്നങ്ങളില്ല. ഇവിടെ പഞ്ഞി ഉള്ളതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടായിട്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയിലൊന്നും ഒരു പ്രശ്നം തോന്നുന്നില്ല. ചെവി മാത്രം കുറച്ച് നേരം കഴിയുമ്പോൾ വേദന എടുക്കുമെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് കഴിയുമ്പോൾ എനിക്ക് ഏകദേശം പുറത്തുള്ള ഒച്ചകളൊന്നും അത്ര കൃത്യമായിട്ട് കേൾക്കത്തില്ല. ഇനി നോക്കാനുള്ള ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത് ഞാൻ ഇതിനകത്ത് കോൾ ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ കോൾ എടുക്കുമ്പോൾ കോൾ എടുക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് ഞെക്കുക. അതുപോലെ തന്നെ കോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നടുക്കത്തെ ബട്ടൺ ഒന്ന് ഞെക്കുക. നിങ്ങൾക്ക് കോൾ എടുക്കേണ്ട റിജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നടുക്കത്തെ ബട്ടൺ 2 സെക്കൻഡ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു കോൾ കട്ടാവുന്നതായിരിക്കും. അപ്പോൾ അതാണ് കോളിൻ്റെ സംഭവങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ കോൾ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെയാണ്. ഇതിൻ്റെ മൈക്ക് ഇവിടെയുള്ള മൈക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ലൊരു റെക്കോർഡർ തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സൗണ്ടിൽ ഈ ഒരു മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്ത് ചെറിയൊരു ഓഡിയോ നിങ്ങളെ ഞാൻ ഉറപ്പായിട്ടും കേൾപ്പിക്കാം. ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇതൊരു കോള് വിളിച്ചതാണ്. നമ്മുടെ ഈ ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ റോക്കേസ് 370 പറഞ്ഞ ഹെഡ്ഫോൺ വെച്ചിട്ട് ഇപ്പൊ റെക്കോർഡ് ചെയ്തിരിക്കുന്ന സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് അത്രയും വലിയ ക്ലാരിറ്റി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം ഒരു കോൾ എടുക്കാനുള്ള അത്യാവശ്യത്തിനുള്ള ക്ലാരിറ്റി എല്ലാം ഉണ്ട്. എങ്കിലും നമുക്ക് ഭയങ്കര നോയിസ് ഉള്ള സ്ഥലത്ത് അല്ലെങ്കിൽ ഭയങ്കര കാറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഒച്ചയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങളിത് ഡിസ്കണക്ട് ചെയ്തിട്ട് ഫോൺ വെച്ച് വിളിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയും ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഒരു മൈക്കിനും ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ട് തന്നെ അറിയേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾക്ക് വയർലെസ് ഹെഡ്ഫോൺ വേണം. അതുപോലെ വയർലെസ് ഹെഡ്ഫോൺ എല്ലാം ഈ ഒരു റേഞ്ചിലെല്ലാം തന്നെ 40 mm ഡ്രൈവർ സൈസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു 1000 രൂപ റേഞ്ചിൽ വയർലെസ് ഹെഡ്ഫോൺ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡ് ബോട്ടിൻ്റെ ബ്രാൻഡുള്ള നല്ലൊരു സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ബോട്ട് റോക്കേസ് 370 എന്ന് പറഞ്ഞൊരു ഹെഡ്ഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമുക്ക് അത്യാവശ്യം സൂക്ഷിച്ച് കൊണ്ടുനടക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാത്തൊരു ഹെഡ്ഫോൺ തന്നെയാണ് ഇത്. അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ വയേർഡ് ആയാലും കുഴപ്പമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡ് ഗിയറിൻ്റെ ക്ലോക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. ആ ഒരു ഹെഡ്ഫോൺ ആണെങ്കിൽ RGB ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് 50 mm ഡ്രൈവർ സൈസ് ഉണ്ട്. അതുപോലെ ഒരു മൈക്കുമുണ്ട്. അത് ഗെയിമിംഗ് ഹെഡ്ഫോണാണ്. മെയിനായിട്ട് PC ഒക്കെയാണ്. അതിനകത്ത് 3 ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ഫോണിൽ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പോൾ വയേർഡാണ്, വയർലെസ് ആയിട്ട് കിട്ടത്തില്ല. ഇതിനകത്ത് വയർലെസ് ഉണ്ട്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറയാം. ഇതിനകത്ത് ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഡ്രോയറിൽ ബ്ലൂടൂത്തിൻ്റെ അടുത്ത് ഈ ഒരു സംഭവത്തിന് എത്ര % ചാർജ് ആയി എന്ന് കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ പൊക്കിക്കഴിഞ്ഞാലും മുകളിൽ ചെറിയ സിമ്പിളായിട്ട് എത്ര ശതമാനത്തിൻ്റെ ആ ഒരു അളവ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരികയും ചെയ്യും. ഇതിൻ്റെ ചാർജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുത്തിയിടാണ്ട് വളരെ സിമ്പിളാണ്. ഈ ഒരു മൈക്രോ USB പോർട്ടിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി ഇത് ചാർജ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഹെഡ്ഫോണെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് അത്യാവശ്യം കാണാനൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഹെഡ്ഫോൺ തന്നെയാണ്. കാണാനുള്ള കാര്യമൊന്നും ഒരു കുറ്റം പറയാനില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ട് റോക്കേസ് 370 എന്ന് പറഞ്ഞ ഹെഡ്ഫോൺ. അപ്പോൾ ഈ ഹെഡ്ഫോൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഈ നമ്മൾ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കാനും മറക്കണം. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.